ഹായ് ഗേസ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വിനോ വീഡിയോസ്. ഇന്നത്തെ എപ്പിസോഡ് മോളിവുഡ് ഇയർ ആൻഡ് റിപ്പോർട്ട് 2024 ആണ്. ഒരു റെഫറൻസ് വീഡിയോ എന്നുള്ള നിലയ്ക്ക് പലർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. നമുക്കൊരു പടത്തിൻ്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് നോക്കണമെങ്കിൽ ട്വിറ്ററിലോ മറ്റ് ഫോറങ്ങളിലോ ഒക്കെ തപ്പി നടക്കേണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഒറ്റ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയും കിട്ടും. ഇതിൻ്റെ പ്രൈം സോഴ്സ് എന്ന് പറയുന്നത് ഫോറം റീൽസ് ആണ്. അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളായ ജസീൽ മുഹമ്മദ് ഫായിസും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓവർസീസിലെ പല ടെറിട്ടറികളിലെയും നമ്പേഴ്സ് ട്രാക്ക് ചെയ്തെടുക്കുന്നതിൽ ജസീൽ മുഹമ്മദ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ പുള്ളി ഇടുന്നൊരു എഫർട്ട് കൊണ്ടാണ് പല പടങ്ങളുടെയും ഓവർസീസ് ടെറിട്ടറി, അതായത് ചെറിയ പടങ്ങൾ, വാഴ പോലുള്ള പടങ്ങളുടെയൊക്കെ ഓവർസീസിലെ ഓരോ ഏരിയയിലെയും സർക്യൂട്ട് വൈസ് നമുക്ക് നമ്പേഴ്സ് കിട്ടുന്ന പല ഇൻഡസ്ട്രികളിലും അങ്ങനെയുള്ള നമ്പേഴ്സ് കിട്ടാൻ, ചെറിയ പടങ്ങളുടെയൊക്കെ നമ്പേഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വെഡിക്റ്റുകളും കേരള ബോക്സ് ഓഫീസിലെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഓവറോൾ വേൾഡ് വൈഡ് വേഡിക്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ കൊടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ടെറിട്ടറിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പടം മറ്റൊരു ടെറിട്ടറിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് എടുത്തിട്ടേ വേഡിക്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരള ബോക്സ് ഓഫീസിലെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് വേഡിക്റ്റെല്ലാം കൊടുക്കുന്നത്. ചില പടങ്ങൾ എല്ലാ ടെറിട്ടറിയിലും ഒരുപോലെ പെർഫോം ചെയ്യും. അങ്ങനെയുള്ള പടങ്ങൾക്ക് ഓവറോൾ വേഡിക്റ്റ് കൊടുക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വർഷം തിയേറ്ററിലും OTT-ലുമായി 285 ചിത്രങ്ങൾ റിലീസായി. ഓരോ മാസവും റിലീസായ ചിത്രങ്ങളുടെ ഒരു ചാർട്ടാണിത്. 2023 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ ഇൻഡസ്ട്രി വലിയ രീതിയിൽ വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. ടോട്ടൽ കമ്പൈൻഡ് ഗ്രോസ് 1600 കോടി കടന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 1000 കോടിയുടെ ഡിഫറൻസ്, 60% വളർച്ച രേഖപ്പെടുത്തി. എന്നാൽ മാധ്യമങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ 700 കോടി നഷ്ടം, 800 കോടി നഷ്ടം എന്നൊക്കെയാണ്. അത് അങ്ങനെ തന്നെയാണ്. ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് ഭൂരിപക്ഷം ചിത്രങ്ങളും പരാജയങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ നഷ്ടത്തിൻ്റെ കണക്ക് വളരെ കൂടുതലാണ്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. എത്ര ഹിറ്റ് ചിത്രങ്ങൾ പിറന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ ക്ലീൻ ഹിറ്റുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ ബിഗ് ഹിറ്റുകളുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. മാർക്കോ ഇപ്പോൾ 100 കോടിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാർക്കോയും കൂട്ടി 600 കോടി ചിത്രങ്ങളാണ് കിട്ടിയത് മലയാള സിനിമയ്ക്ക്. ആവറേജ് ടിക്കറ്റ് പ്രൈസ് ATP 152 ഉയർന്നിട്ടുണ്ട്. എന്നാൽ 3D പടങ്ങളുടെ ATP വ്യത്യസ്തമാണ്. ബാറോസിന് 186ഉം ARMന് 175ഉമായിരുന്നു ആവറേജ് ടിക്കറ്റ് പ്രൈസ്. മറ്റൊരു എടുത്തു പറയേണ്ട സംഗതി ഫുട്ഫോൾ ജനറേഷനിൽ വന്ന ട്രെൻഡ് വ്യത്യാസമാണ്. പോസ്റ്റ് പാൻഡമിക് ഇറയിൽ, എസ്പെഷ്യലി 2023-24 ടൈമിൽ ടിക്കറ്റ് സെയിൽസ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. 40 lakhs കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് സെയിൽസ് നടക്കുക മുമ്പ് കഴിഞ്ഞ ഡെക്കേഡിൽ ഒരു ടഫ് ടാസ്ക് ആയിരുന്നു. ഇന്ന് അത് തരക്കേടില്ലാതെ നല്ലൊരു വേർഡ് ഓഫ് മൗത്ത് കിട്ടുന്ന പടത്തിന് 40 lakhs അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫുട്ഫോൾസ് വെച്ചിട്ട് ഇപ്പോഴത്തെ പടങ്ങൾ പഴയ പടങ്ങളെക്കാളും വലിയ ഹിറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നമുക്ക് പരിഗണിക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് ഡീറ്റെയിൽസ് പരിശോധിക്കാം. ആകെ 18 ക്ലീൻ ഹിറ്റുകളും ഒരു സെമി ഹിറ്റും ഒരു ആവറേജ് ചിത്രവും അടക്കം 20 വിജയ ചിത്രങ്ങൾ. റൈഫിൾ ക്ലബ്ബ് ഇപ്പോഴും റണ്ണിങ്ങിലാണ്. മോസ്റ്റ് പ്രോബബ്ലി അതൊരു എബോ ആവറേജിൽ എൻഡ് ചെയ്യാനാണ് സാധ്യത. 2 റീ റിലീസ് ചിത്രങ്ങൾ റിലീസ് കോസ്റ്റ് തിരിച്ചു പിടിച്ച് ലാഭത്തിലായി. മറ്റെല്ലാ റീ റിലീസുകളും പരാജയങ്ങളായി മാറി. പണി ജോജു ജോർജിൻ്റെ ആദ്യ സംവിധാന സംരംഭം ഒരു ആവറേജ് സ്ക്രിപ്റ്റിനെ തൻ്റെ എൻഗേജിംഗ് ഫിലിം മേക്കിങ്ങിലൂടെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി. സംവിധാന രംഗത്ത് തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് ജോജു പ്രൂവ് ചെയ്തു. അഞ്ച് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റേഴ്സ്. കഴിഞ്ഞ ഡെക്കേഡ് ട്രെൻഡ് വെച്ചായിരുന്നെങ്കിൽ ഇവ 5ഉം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നു. ATPയിൽ വന്ന വർധനവ്, ഫുട്ഫോൾ ജനറേഷനിൽ വന്ന ഗ്രോത്ത് ട്രെൻഡും കാരണം സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വേണ്ടിയിട്ട് കൊടുക്കാനേ നിർവാഹമുള്ളൂ.
പ്രേമലു പുലിമുരുകന് ശേഷം ഏറ്റവും ബെസ്റ്റ് ഹോൾഡ് ആൻഡ് ലോങ് റൺ ലഭിച്ച ചിത്രം ദ പവർ ഓഫ് വേർഡ് ഓഫ് മൗത്ത് ആൻഡ് മ്യൂസിക്. തമിഴ്നാട്ടിൽ നിന്നും ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാവുന്ന റെക്കോർഡ് നമ്പേഴ്സാണിത്. തമിഴ്നാട്ടിലെ ഓൾ ടൈം ബിഗ്ഗസ്റ്റ് മലയാളം ഹിറ്റ് എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വേർഡിക്റ്റ് കൊടുക്കാവുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ ഓൾ സർക്യൂട്ട്സ്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ ബിഗ്ഗസ്റ്റ് സോളോ ഗ്രോസർ. സ്ഥിരം സിനിമാ പ്രേക്ഷകർ അല്ലാത്തവരെ പോലും തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രം. ചെമ്മീനു ശേഷം ഒരു നോവലിൻ്റെ സിനിമാ രൂപത്തിന് ലഭിച്ച വമ്പൻ സ്വീകാര്യത. ഫഹദിൻ്റെ ബിഗ്ഗസ്റ്റ് സോളോ ഗ്രോസർ. OTT പോസ്റ്റ്പോൺ ചെയ്ത് ഹിന്ദി, തെലുങ്ക്, തമിഴ് പതിപ്പുകൾ കൂടി ഇറക്കിയിരുന്നെങ്കിൽ 200 കോടി വരെ നേടാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന പ്രോജക്റ്റായിരുന്നു ആവേശം. ഓവർസീസിൽ അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു ARM. പ്രീ റിലീസ് മാർക്കറ്റിംഗ് കുറേ കൂടി നന്നായിരുന്നെങ്കിൽ ഓവറാൾ ബെറ്റർ ഫൈനൽ നമ്പേഴ്സ് വന്നേനെ. അടുത്ത് പറയാനുള്ളത് സ്റ്റാർ ഫാക്ടറിനെ പറ്റിയാണ്. പണ്ട് മുതലേ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി വേർഡ് ഓഫ് മൗത്ത് ഡിപ്പെൻഡ് ഇൻഡസ്ട്രിയാണ്. എന്നിരുന്നു കഴിഞ്ഞാലും സൂപ്പർ സ്റ്റാറുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ബോക്സ് ഓഫീസ് നമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പോസ്റ്റ് പാൻഡമിക് ഇറയിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാർ ഫാക്ടർ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 4-5 കോടിയൊക്കെ ഒരു നോൺ സ്റ്റാർ ഫിലിമിന് പോലും കേരള ബോക്സ് ഓഫീസിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 5 കോടി അല്ലെങ്കിൽ 4 കോടിയൊക്കെ ഓപ്പണിംഗ് കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് ആരെയും പിടിച്ച് നമുക്ക് ടയർ 2 ടയർ 1 സ്റ്റാറോ ഒന്നും ആക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന പടം തന്നെ എടുക്കുക. അത് എൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ എന്താണോ പടത്തിൻ്റെ ജോണർ അതിന് പറ്റിയ രീതിയിൽ അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിന് അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു. പടത്തിന് മുമ്പേ നല്ലൊരു പ്രീ റിലീസ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് പടം നല്ല രീതിയിൽ ഓപ്പണിങ്ങും വന്നു. പ്രീ റിലീസ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, നല്ല ട്രെയിലർ, നല്ല രീതിയിൽ പ്രൊമോഷൻ, അത് തന്നെയാണ് ഈ നിലവിലുള്ള അവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നല്ലൊരു ഹൈപ്പിൽ വരുന്ന പടങ്ങൾക്ക് 4-5 കോടിയൊക്കെ കേരളത്തിൽ ഈസി ആയിട്ട് ഓപ്പണിംഗ് ഇടാൻ സാധിക്കും. ഇനി കേരള ബോക്സ് ഓഫീസിൻ്റെ ഒരു ഓപ്പണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടയർ 1 സ്റ്റാർസിനെ സംബന്ധിച്ച് ഡബിൾ ഡിജിറ്റ്, അതായത് 10 കോടിക്ക് മുകളിൽ സാധ്യമാണ്. ടയർ 1 സ്റ്റാർസ് എന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് വിജയ്, മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഇവർ 4 പേരുമാണ്. അപ്പോൾ ഇവരുടെ 4 പേരുടെ പടത്തിന് ഒരു നല്ലൊരു പ്രോജക്റ്റുമായിട്ട് വേർഡ് ഓഫ് മൗത്ത് പോസിറ്റീവ് വരുവാണെങ്കിൽ 10 കോടിക്ക് മുകളിൽ ഈസിയാണ്. ഇപ്പോൾ വിജയ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ലിയോ വഴി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 12 കോടി എന്ന് പറയുന്നത്. അതുപോലും അത് ഫുൾ പൊട്ടൻഷ്യൽ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. ലിയോയ്ക്ക് മിക്സഡ് വേർഡ് ഓഫ് മൗത്താണ് വന്നത്. അപ്പോൾ എൻ്റെ പ്രീ സെയിൽസ് എന്ന് പറയുന്നത് 9.5 കോടിയാണ് പ്രീ സെയിൽസ് വന്നത്. പിറ്റേ ദിവസം 2.5 കോടി മാത്രമാണ് വാക്കിൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരു 4 കോടിക്ക് മുകളിൽ വാക്കിൻസ് വരുമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 14 കോടിയൊക്കെ പടത്തിന് വരേണ്ടതാണ്. 3200 ഷോസ് ഓപ്പണിംഗ് ഡേ കളിച്ചിട്ടുണ്ട്. 80% ഓക്കുപ്പൻസിയിൽ 150 രൂപ ആവറേജ് ടിക്കറ്റ് പ്രൈസിലാണ് 12 കോടി രൂപ ഓപ്പണിംഗ് കിട്ടത്. അപ്പോൾ ഇനി അത് ബ്രേക്ക് ചെയ്യാൻ എമ്പുരാന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആശീർവാദം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3500 ഷോസൊക്കെ കേരളത്തിൽ ചാർട്ട് ചെയ്യും. വേർഡ് ഓഫ് മൗത്ത് എന്തായാലും പോസിറ്റീവ് ആവാനാണ് സാധ്യത. 90% പോസിറ്റീവ് ആവാനാണ് സാധ്യത. ATPയും കൂടും. 155+ ആയിരിക്കും ATP വരും. അങ്ങനെയാണെങ്കിൽ ലിയോയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടർബോ പോലുള്ള ഒരു ആവറേജ് പടം തന്നെ 6 കോടിക്ക് മുകളിൽ, അതായത് ഈ പുഷ്പ വരുന്നത് വരെയും അതായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ 2024 ടോപ്പ് ഓപ്പണിംഗ്. അപ്പോൾ ബിലാൽ പോലുള്ള ഒരു നല്ലൊരു പടം പ്രോജക്റ്റ് മമ്മൂട്ടിക്ക് വരുവാണെങ്കിൽ അദ്ദേഹത്തിനും 10 കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ഇടാൻ സാധിക്കും. ഇനി DQ നഹാസ് പടം എങ്ങനെ പോയി കഴിഞ്ഞാലും ഉറപ്പായിട്ടും 10 കോടിക്ക് മുകളിൽ കേരളത്തിൽ ഓപ്പണിംഗ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷ. അപ്പോൾ ടയർ 1 സ്റ്റാർസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് 10 കോടിക്ക് മുകളിലാണ്. അപ്പോൾ പക്ഷേ എന്നാൽ കേരള ബോക്സ് ഓഫീസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 2025 കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ 14-15 കോടി വരെയാണ്. സ്റ്റാർ ഓഫ് ദ ഇയർ 2024 മറ്റാരുമല്ല, പൃഥ്വിരാജ് സുകുമാരൻ. ആടുജീവിതം എന്ന് പറയുന്ന മലയാളത്തിൻ്റെ അഭിമാന ചിത്രം, വർഷങ്ങളുടെ പുള്ളിയുടെ ഒരു പ്രയത്നത്തിനെല്ലാം റിസൾട്ട് കിട്ടി. ബോത്ത് ക്രിട്ടിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ. 150 കോടിക്ക് മുകളിൽ ഗ്രോസും സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചു. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പല നടയിലെന്ന് പറയുന്ന ഒരു മറ്റൊരു കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്റർ. എമ്പുരാൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ തന്നെ ബിഗ്ഗസ്റ്റ് ആക്ഷൻ മൂവിയുടെ അനൗൺസ്മെൻറ്റ് അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. സലാർ, ബഡേമിയ, ചോട്ടാമിയ പോലുള്ള അന്യഭാഷാ ചിത്രങ്ങളുടെ സാന്നിധ്യം. ബഡേമിയ, ചോട്ടാമിയാണ് ഒരു ഡിസാസ്റ്ററായി പോയി. സലാറിലെ റോള് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. മൊത്തത്തിൽ 2024 പൃഥ്വിരാജ് സുകുമാരനെ സംബന്ധിച്ച് ഒരു ലക്കി ഇയർ ആയിരുന്നു.
2024 എത്തുമ്പോൾ നമ്മുടെ സകല യൂത്തന്മാരും ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഫഹദ് ഫാസിലിന് ആവേശം കൊടുത്ത റീച്ച് ചില്ലറയൊന്നുമല്ല. നോൺ മല്ലു ഓഡിയൻസിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ അത് റീച്ച് ഉണ്ടാക്കാൻ സാധിച്ചു. അതൊരു ട്രെൻഡ് സെറ്ററായിട്ട് മാറുകയും ചെയ്തു, ഒരു ഐക്കോണിക് കഥാപാത്രമായിട്ട് മാറുകയും ചെയ്തു രംഗ. പക്ഷേ അദ്ദേഹം അഭിനയിച്ച വേട്ടയ്യാൻ, പുഷ്പ, ബോഗൻവില്ല, അതൊന്നും അദ്ദേഹം പ്രധാന വേഷങ്ങളിലെത്തിയ അതല്ല, സഹനടൻ വേഷങ്ങൾ ചെയ്ത ചിത്രങ്ങളായിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ നേരിടേണ്ടി വന്നു. എങ്കിൽ പോലും രംഗ എന്ന് പറയുന്ന കഥാപാത്രം കരിയറിൽ വലിയൊരു നേട്ടം തന്നെ ഫഹദ് ഫാസിലിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ മോശം ഫോം ഈ വർഷവും തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ക്യാമിയോ റോൾ ഒഴിച്ചാൽ നിവിൻ പോളി ഒരു കംബാക്കിന് ശ്രമിച്ച ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. അതൊരു ഡിസാസ്റ്ററായിട്ട് മാറി. ഇപ്പോൾ നിവിൻ പോളി ഫീൽഡ് ഔട്ടായി എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൊക്കെ സെറ്റാക്കി നല്ലൊരു പ്രോജക്റ്റുമായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊത്തയുടെ പരാജയത്തിൽ നിന്നും ലക്കി ഭാസ്കർ എന്ന വിജയം ദുൽഖറിന് 2024 ആശ്വാസമായി. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രവുമായിട്ട് മാറി. അതോടൊപ്പം തന്നെ അതിലെ പെർഫോമൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇനിയും 2-3 അന്യഭാഷാ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനുണ്ട്. ഇത് മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ DQ നഹാസ് പ്രോജക്റ്റാണ്. ആൾറെഡി ഫാൻസിൻ്റെ ഇടയിൽ തന്നെ നല്ല പ്രതീക്ഷയുള്ളൊരു പ്രോജക്റ്റാണ്. അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടയർ 3 താരങ്ങളിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ടൊവിനോയും ഉണ്ണി മുകുന്ദനുമാണ്. ARMലൂടെ ടൊവിനോ കരിയറിലെ ആദ്യത്തെ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. ഇപ്പോൾ മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദനും കരിയറിലെ ആദ്യത്തെ 100 കോടി സ്വന്തമാക്കിയിരിക്കുകയാണ്. മാർക്കോയുടെ വിജയം ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം. നോർത്ത് ഇന്ത്യൻ സർക്യൂട്ടുകളിൽ മാർക്കോ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കുട്ടിച്ചാത്തനും കാലാപാനിക്ക് ശേഷം ഒരു മലയാള സിനിമ 1 കോടിക്ക് മേലെ ഗ്രോസ് ഹിന്ദി വേർഷനിൽ നിന്ന് മാത്രം ലഭിക്കുകയാണ്. അതിൻ്റെ HD പ്രിൻ്റ് ലീക്കായതാണ് മാർക്കോയ്ക്ക് കിട്ടിയ ഒരു അടി. ഇപ്പോൾ HD പ്രിൻ്റ് ലീക്ക് ചെയ്യുന്ന പല പടങ്ങളുടെയും HD പ്രിൻ്റ് ഇപ്പോൾ ലീക്കാവുന്നുണ്ട്. അത് മലയാള സിനിമ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. സീനിയർ താരങ്ങളിൽ മമ്മൂട്ടി 2024 അദ്ദേഹത്തിൻ്റെ ഫോം തുടർന്നു. പ്രമയുഗം, ടർബോ എന്നീ 2 ചിത്രങ്ങളും വിജയങ്ങളാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു താരം എന്നുള്ള നിലയ്ക്കും അദ്ദേഹം തൻ്റെ പെർഫോമൻസിൽ നിലനിർത്തുന്ന കൺസിസ്റ്റൻസി അഭിനന്ദാർഹമാണ്. അത് 72-ാം വയസ്സിലും അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെയധികം പ്രശംസാർഹമാണ്. പ്രമേയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ തന്നെ പുതിയ തലങ്ങൾ കാണാൻ പ്രേക്ഷകർക്ക് സാധിച്ചു. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷയുള്ള പ്രോജക്റ്റുകൾ ലൈനപ്പിലുണ്ട്. മോഹൻലാലിന് തീർച്ചയായും നിരാശയായിരുന്നു 2024 സമ്മാനിച്ചത്. അദ്ദേഹത്തിൻ്റെ മലൈക്കോട്ടെ വാലിബൻ വളരെ പ്രതീക്ഷയുള്ളൊരു പടമായിരുന്നു. അത് ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്ററായി. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം ബാറോസും വലിയൊരു ഡിസാസ്റ്ററിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് 2024 റിലീസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൃശ്ശൂർ വിജയിച്ചു കേന്ദ്രമന്ത്രി ആയതാണ് വ്യക്തിഗതമായിട്ടുള്ളൊരു നേട്ടം. അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ ഹൈപ്പായിട്ടുള്ളൊരു പടം ഒറ്റക്കൊമ്പൻ 2024 ഷൂട്ടിംഗ് തുടങ്ങി. അത് 2025 തന്നെ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ജയറാം. അദ്ദേഹത്തിൻ്റെ കേരള ബോക്സ് ഓഫീസിലേക്കുള്ള തിരിച്ചുവരവ് ഹോസ്റ്റലർ എന്നുള്ള ഹിറ്റിലൂടെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മലയാള ചിത്രങ്ങളൊന്നും തന്നെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടില്ല ഒഫീഷ്യലി. അന്യഭാഷയിൽ അദ്ദേഹം സജീവമാണ്. ദിലീപിനൊരു മോശം വർഷമായിരുന്നു 2024. പവി, കെയർ ടേക്കർ, തങ്കമണി അങ്ങനെ 2 റിലീസും ഫ്ലോപ്പുകളായിരുന്നു. പക്ഷേ ന്യൂ ഇയർ ദിനത്തിൽ പുറത്തു വന്ന ഭ ഭ ബ എന്ന് പറയുന്ന ചിത്രം ത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വളരെ പ്രതീക്ഷ ഉളവാക്കുന്നൊരു പ്രോജക്റ്റാണ്. അത് ഒരു ഹിറ്റ് പടം തന്നെ ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലെജൻഡറി ആക്ട്രസ് ഉർവശിക്ക് ഉള്ളൊഴുക്കിലെ മികച്ച പ്രകടനത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. ഒരു സീനിയർ നടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും തന്നിലെ പ്രതിഭ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു വാര്യറിന് എടുത്തു പറയത്തക്ക പ്രകടനങ്ങളൊന്നും തന്നെ 2024 ഉണ്ടായിരുന്നില്ല. പാർവതിയുടെയും ഉള്ളൊഴുക്കിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. 2024 പ്രതിഭ തെളിയിച്ച യുവതാരങ്ങൾ നസ്ലൻ, മമിത ബൈജു, അനശ്വര രാജൻ, നിഖില വിമൽ, ഇവർ 4 പേരും മലയാള സിനിമയുടെ ഭാവി പ്രതീക്ഷകളാണ്. ഇനി നസ്ലൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കൈവന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ യൂത്തന്മാരെന്ന് പറയുന്ന ആൾക്കാർ എല്ലാം തന്നെ 40 വയസ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ 40 വയസ്സിനോട് അടുക്കുന്നവരോ ആണ്. തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി സിനിമ കാണുന്ന പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും ഒരു 17-നും 30-നും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വൈബ്രൻ്റായിട്ടുള്ള യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർ നിലവിൽ മലയാളത്തിലില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നസ്ലിന് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രേമലുവിൻ്റെ ഒരു വലിയ വിജയം പുള്ളിക്കാരന് കരിയറിൽ വലിയൊരു ബൂസ്റ്റ് നൽകിയിട്ടുണ്ട്. മോഹൻലാലിന് ശേഷം ആദ്യമായിട്ട് സോളോ 100 കോടി ചിത്രം നേടുന്നത് നസ്ലനാണ്.
അപ്പോൾ അതിൽ സ്റ്റാർ ഫാക്ടറൊന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും ആ പടം നല്ല മൈലേജ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന പടത്തിന് ഇപ്പോഴേ നല്ലൊരു ഹൈപ്പ് വന്നിട്ടുണ്ട്, അതിന് നല്ലൊരു ഓപ്പണിംഗ് കിട്ടുകയും ചെയ്യും. അപ്പോൾ വരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നടനും കൂടിയാണ് നസ്ലൻ. നല്ല കോമഡി ടൈമിങ്ങും ഗുഡ് ലുക്കിങ്ങും ഒക്കെ ഉണ്ടൊരു സ്റ്റാർ മെറ്റീരിയലിന് വേണ്ട എല്ലാ ഘടകങ്ങളും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നസ്ലിനുണ്ട്. അപ്പോൾ എല്ലാം ഭാഗ്യവും എല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ ഒരു ഭാവി താരമാവാൻ നസ്ലിന് സാധിക്കും. കുഞ്ചാക്കോവിനും തരക്കേടില്ലാത്തൊരു വർഷമായത് 2024 ബോഗൻവില്ല പോലൊരു ഹിറ്റ് പടം അദ്ദേഹത്തിന് ലഭിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു താരം ബേസിൽ ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ തലവട്ടം കണ്ട എല്ലാ ചിത്രങ്ങളും ഹിറ്റുകളും വലിയ ഹിറ്റുകളുമായി മാറി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവസാനം വന്ന സൂക്ഷ്മദർശിനിയും 50 കോടി ക്ലബിൽ ഇടം നേടി. പിന്നെ എടുത്തു പറയേണ്ട ഒരു താരം ധ്യാൻ ശ്രീനിവാസനാണ്. ഏറ്റവും കൂടുതൽ പടങ്ങളിൽ നായകനായിട്ട് വന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു പടം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ വലിയ ബോംബുകളായി മാറി. എല്ലാവർക്കും 2024 ഇയർ എൻഡ് റിപ്പോർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതിലെ അഭിപ്രായങ്ങളും എഡിറ്റുകളും ഒക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കുക. എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.